എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിവ്യൂ ആണ്. ജയ് ഗണേഷ് സിനിമയുടെ റിവ്യൂ. ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ. അതായത് സിനിമക്ക് പോകുമ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ വന്നിരിക്കുമ്പോഴും ടെൻഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ റിവ്യൂ ഒരിക്കലും നെഗറ്റീവ് പറയേണ്ട സാഹചര്യം ഉണ്ടാവല്ലേ എന്നായിരുന്നു. കാരണം എന്താ പറയുക, നമ്മളെ പിടിച്ച് സുഡാപ്പികളാക്കും. അത് സത്യം. ഇതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും മറ്റുള്ള നമ്മളെല്ലാം ആഗ്രഹിച്ചിരിക്കുന്ന പോലെ 3 സിനിമയും ഗംഭീര റിപ്പോർട്ട് വരണമെന്ന് വിചാരിച്ചുകൊണ്ട് നിന്നിട്ട് നമ്മൾ സിനിമയ്ക്ക് പോയതും പോയിട്ട് വന്നു, സിനിമ കണ്ടു, ഇപ്പം റിവ്യൂ ചെയ്യാൻ പോവാണ്. ടെൻഷൻ കൂടി. കാരണം സിനിമ കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ആ ടെൻഷന് കാരണം. എന്തായാലും അതാണ് പറയാൻ പോകുന്നത്. നമ്മുടെ രഞ്ജിത് ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആൾ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. ഒരു അവറേജ് സ്ക്രിപ്റ്റ്, ഒരു അവറേജ് ഡയറക്ഷൻ. ഒരു ത്രില്ലർ മോഡലുള്ള സിനിമയാണ്. പക്ഷെ ത്രില്ല് തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു ത്രില്ലും ഇല്ലാത്തൊരു ത്രില്ലർ സിനിമ അല്ലേ? അതെ, ചില സമയങ്ങളിൽ മാത്രം വരുന്ന ത്രില്ല്. അതെ, അത്രേ ഉള്ളൂ സിനിമ. എന്നാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സിങ്ങും. അതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം, മിസ്സിങ്. എന്തൊക്കെയോ ചില സംഭവങ്ങൾ എവിടേക്കോ വേണമെന്ന് തോന്നും, എന്നാൽ ഉള്ള സാധനങ്ങൾ ശരിയായ രീതിയിലല്ലാന്ന് തോന്നും. അതെ, ചില കാര്യങ്ങൾ ഇത് പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചത് അവിടെ നിന്ന് പോവാം. അല്ലെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. എന്നാൽ സിനിമ തുടങ്ങിയപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ നൽകി അങ്ങനെ തുടങ്ങിയ സിനിമയാണ്. പ്രതീക്ഷ തന്നു, അതുപോലെ സമാധാനം തന്നു. കുഴപ്പമില്ല. അപ്പൊ 3ാമത്തെ സിനിമ ഹിറ്റ് അല്ലേ, പോന്നു അങ്ങനെ തോന്നിപ്പിച്ചു. പക്ഷെ ആ തുടക്കം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അതിനുശേഷം ഉണ്ണിമൂന്നിന്റെ കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ആർക്കായിരുന്നു, ആളുടെ ക്യാരക്ടറിന്റെ പ്രത്യേകതകളും ആള് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും ഇതൊക്കെ ഇങ്ങനെ കാണിച്ചങ്ങനെ പോകുന്നു. ഇത് വെടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു വലുപ്പമില്ല എന്നുള്ളതാണ്. കണ്ടന്റിന് ഒരു വലുപ്പമില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ വെടിപ്പായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് കുറച്ചെങ്കിലും ത്രില്ലർ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ത്രില്ല് ചില സമയങ്ങളിലെങ്കിലും നമുക്ക് കിട്ടുന്ന സെക്കൻഡ് ഹാഫിലേക്കാണ്. ഫസ്റ്റ് ഹാഫ് പിന്നെ ഒരു ആളെ കുറിച്ച് ആൾക്ക് എന്താണ് സംഭവിച്ചത്, ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ, അങ്ങനെ അതൊക്കെ പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ എന്താ പറയുക, സാധാരണ ഒരു സാധനം പോകുന്ന പോലെ പോയിട്ടുള്ളത്. സംഭവം എന്തൊക്കെയാണ് ടോട്ടൽ എടുത്താലും ഇതൊരു വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. ഒരു ആവറേജ് സിനിമ, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കണ്ടപ്പം. എന്തായാലും ഉണ്ണിമൂന്നൻ ആള് വീൽ ചെയറിലിരുന്ന്, അതായത് 60 ദിവസത്തോളം ആള് വീൽ ചെയറിൽ മാത്രം ഇരുന്ന് അഭിനയിച്ചു എന്നുള്ളതാണ് കേട്ടിരുന്നത്. എന്തായാലും ആൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനുള്ള ഒരു കഥാപാത്രമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നോർമൽ, അതെ, ഒരു സാധാരണ ഒരു ക്യാരക്ടർ തന്നെ. വീൽ ചെയറിലുണ്ട് എന്ന് മാത്രമല്ല, അതായത് സാധാരണ പോലുള്ളൊരു ഒരു ക്യാരക്ടർ വീൽ ചെയറിലാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ മഹിമ നമ്പ്യാർ എവിടെ എന്തിനോ ഇങ്ങനെ അതിലൊക്കെ പാഞ്ഞു നടക്കാന്നൊക്കെ പറയില്ലേ, എവിടെയോ എന്തോ ഒരു ക്ലീശ നടി, അത്രേ ഉള്ളൂ. വേറെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സംഭവം, അത്രേ ഉള്ളൂ. പിന്നെ സിനിമയുടെ പേര് ജയ് ഗണേഷ്. പേര് നല്ല ആപ്റ്റായിട്ടുള്ളൊരു പേരാണ്. പക്ഷെ ഇതിന്റെ പേരിട്ട് കഴിഞ്ഞപ്പോൾ വേറെ രീതിയിൽ ചർച്ച നടന്നുണ്ടായിരുന്നു. സൂപ്പർ ഹീറോ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ചെറുതായിട്ട് ചെറിയ രീതിയിലൊക്കെ. ഒരു സൂപ്പർ ഹീറോ പരിവേഷമൊക്കെ ചില സമയങ്ങളിലൊക്കെ വന്നു പോകുന്നുണ്ട്. എന്താണെങ്കിലും ഇവരെക്കാളിലും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന പയ്യൻ സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയായിട്ട് ആള് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ ആലോചിച്ചെടുത്ത് നോക്കുമ്പോൾ ആളെല്ലാം ബെറ്റർ എന്ന് പറയണം. ശരിക്കും അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കഥാപാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ അശോകൻ, നന്ദു, പിന്നെ ജോമോള് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ട്രെയിലറിലും ഒരു ജസ്റ്റ് ഇങ്ങനെ വന്നു പോകുന്നുള്ളൂ. നല്ല അത്യാവശ്യം നല്ല ക്യാരക്ടർ തന്നെ ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട് ആള്. പിന്നെ ഈ സിനിമയുടെ RR റീ റെക്കോർഡിങ് സൗണ്ട് കൊടുത്തിരിക്കുന്നത് ഭയങ്കര ലേസി ആയിട്ടോ. അതായത് ചിലയിടങ്ങളിൽ കൃത്യമായ സൗണ്ട് ഇല്ല. ഈ RRന്റെ കാര്യമായിട്ട് പറയുന്നത്, അത് ശരിയായ രീതിയിൽ വരാത്തതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലാറ്റ് ആവുന്നുണ്ട്. അത് സൗണ്ട് എഫക്റ്റിന്റെ ഒക്കെ പ്രാധാന്യം എത്രത്തോളം വലുതാണ്. അത് ഭയങ്കര, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഓരോ ഒറ്റ കഥാപാത്രങ്ങളും അങ്ങനെയൊക്കെ വരുന്ന കഥകളും പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ സൂപ്പർ ഹീറോ പരിവേഷങ്ങൾ വരുന്ന സിനിമകളിലേക്ക് ശരിക്കും വേണ്ടത് ഈ എഫക്റ്റ് നന്നായിട്ട് തോന്നുന്നു. ഇപ്പൊ മ്യൂസിക്കിന്റെ കാര്യത്തിലാണെങ്കിലും ശോകം തന്നെയാണ്. ഒരു ആവറേജ് ആ ഒരു ലെവലിലേ പോയിട്ടുള്ളൂ. ഭയങ്കര സംഭവമായിട്ടൊന്നും സോങ് ആയാലും പ്രശ്നം തന്നെയാണ്. ഒരു ആവറേജ്, വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. മൊത്തത്തിൽ സൗണ്ട് മൊത്തം ആ ഒരു രീതിയിലാണ് പോയിട്ടുള്ളത്.
പിന്നെ അതായത് വലിയൊരു സംഭവം ആക്കിയിട്ടൊന്നുമില്ല, അതായത് ഒരു സാധാരണ ഒരു സംഭവം ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിന്റെ മ്യൂസിക് എല്ലാം കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമേന്റെ ഒരു പ്രത്യേകത നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് എവിടെയാണ് എത്തുന്നത് ഒന്നിനും ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നില്ല. അതാണ് വേറൊരു പോരായ്മ. നമുക്ക് എപ്പോഴും എടുത്തു നിൽക്കുന്നത് അതാണ്. നമുക്കിങ്ങനെ സിനിമ കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അയ്യോ അങ്ങനെ ഒരു മിസ്സിങ് ഫീൽ ചെയ്യും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ. പിന്നെ സിനിമക്ക് സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടാവും കേട്ടോ, അതിനുള്ള തുമ്പൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നടക്കുമെന്ന് ഇതിന്റെ വിജയം പോലെ ആയിരിക്കുമല്ലോ എന്തായാലും ചെയ്യുമ്പോൾ. എന്തായാലും നല്ല എന്താ പറയാ ആവറേജ് സിനിമ. നമ്മുടെ സിനിമയുടെ റേറ്റിംഗിലേക്ക് നമുക്ക് പോവാം. 5.5 ആണ് ഔട്ട് ഓഫ് 10. കാരണം അത്രേ ഉള്ളൂ, ഭയങ്കരമായിട്ടുള്ള സംഭവമൊന്നുമില്ല. പക്ഷെ എന്നാൽ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്ന സിനിമ. എന്തായാലും കണ്ടിട്ട് നിങ്ങൾ പോയിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കമന്റ് ചെയ്യാം. സ്പെഷ്യൽ നോട്ടുണ്ട്, അതായത് ഇതിനു മുൻപുള്ള ഉണ്ണിമൂന്നൻ്റെ 2 സിനിമകളുണ്ട്. മേപ്പടിയാൻ ഹിറ്റായ സിനിമയാണ്, പിന്നെ നമ്മുടെ മാളികപ്പുറം ഹിറ്റായ സിനിമയാണ്, അത് ബ്ലോക്ക് ബസ്റ്ററാണ്. ഈ 2 സിനിമകളുടെ റിവ്യൂ നമ്മുടെ ചാനലുണ്ട്. ഞങ്ങൾ പറഞ്ഞത് എന്താണെന്നും അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഉണ്ണിമൂന്നിനെതിരാണ് ഞങ്ങൾ. ഉണ്ണിമൂന്നനെ അല്ല അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് ഇപ്പോഴും. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ ഇവരതായതുകൊണ്ടാണ് ഇവർ വിമർശിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ചിലർക്കൊക്കെ വന്നാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് എടുത്തു പറഞ്ഞത്. കാരണം മാളികപ്പുറമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതെ, പിന്നെ മേപ്പടിയാൻ നമുക്ക് ആവറേജിന് മുകളിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതെ, എന്താണെങ്കിലും ഇതൊക്കെ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഒരിക്കലും ഒരു അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും കാരണത്താൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ആക്ടറും മോശമായിട്ട് ചിത്രീകരിക്കുന്ന സംഭവമൊന്നുമല്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അയാളെ മറ്റുള്ള സിനിമകൾ നല്ല സിനിമകൾ നമുക്ക് അതേപോലെ തന്നെയാണ്, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുള്ളൂ. എന്താണെങ്കിലും നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.